റിയാദിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി ഫറൂഖിലെ അബ്ദുൾ റഹീമിൻ്റെ മോചനം നീണ്ടുപോകുന്നു. കേസ് പരിഗണിക്കുന്നത് തുടർച്ചയായ 7ാം തവണയും ഇന്ന് റിയാദിലെ കോടതി മാറ്റിവെച്ചു. ഈ മാസം 13-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2 മണിക്കായിരിക്കും ഇനി ഈ കേസ് പരിഗണിക്കുക എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും എന്താണെന്നറിയില്ല, കാരണം നമുക്കറിവായിട്ടില്ല. സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്നും ചേരുന്നു. സമീർ, ഫറൂഖിൽ കുടുംബം കാത്തിരിക്കുകയായിരുന്നു ഇന്ന് ഈ മോചനം നടക്കും എന്നുള്ളത്. പക്ഷേ ഇന്നും മാറ്റിവെച്ചു. ഇനി അടുത്ത തവണ നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് പോസിറ്റീവായേ പറ്റൂ ഈ കാര്യത്തിൽ. തീർച്ചയായും SKN സൂചിപ്പിച്ചതുപോലെ വലിയ പ്രതീക്ഷയിലായിരുന്നു അബ്ദുൾ റഹീമിൻ്റെ കുടുംബം, അതുപോലെ ഈ നാടും. 18 വർഷമായി ജയിലിൽ കഴിയുകയാണ് അബ്ദുൾ റഹീം. അതുകൊണ്ട് തന്നെ മോചനം വളരെ വേഗത്തിൽ സാധ്യമാകും എന്നുള്ള പ്രതീക്ഷയാണ് ഓരോ ഘട്ടവും ഈ കേസ് പരിഗണിക്കുമ്പോൾ ഉണ്ടാകുന്നത്. തുടർച്ചയായ 7ാം തവണയും ഇന്ന് പോലും അത് മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഖേദകരമായ കാര്യം. അതേസമയം തന്നെ എന്തുകൊണ്ടാണ് ഈ കേസ് പരിഗണിക്കുന്നത് തുടർച്ചയായി ഏറെ 7 തവണ പോലും മാറ്റിവെക്കുന്നത് എന്ന് സംബന്ധിച്ച ഒരു കൃത്യമായ മറുപടി നിയമസഹായ സമിതിക്കോ ഇവരുടെ കുടുംബാംഗങ്ങൾക്കോ ലഭിക്കുന്നുമില്ല. അതിൻ്റെ ഒരു ആശങ്കയാണ് കുടുംബം പങ്കുവെക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന ഒരു വാർത്ത, ഈ മാസം 13-ാം തീയതി ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2 മണിക്ക് കേസ് വീണ്ടും പരിഗണിക്കുമെന്നാണ്. അന്നെങ്കിലും അബ്ദുൾ റഹീമിൻ്റെ മോചനം ഉണ്ടാകുമെന്നുള്ള വലിയൊരു പ്രതീക്ഷയിലാണ് കുടുംബവും നാടും ഉള്ളത്. 2006-ലാണ് ഈ കേസിനാസ്പദമായ സംഭവം. ജന്മനാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരു കുട്ടിയെ പരിപാലിക്കുകയായിരുന്നു അബ്ദുൾ റഹീം. ഇതിനിടയിൽ ആണ് ഈ കുട്ടി അബദ്ധത്തിൽ അബ്ദുൾ റഹീമിന് പറ്റിയിട്ടുള്ള ഒരു കൈയബദ്ധത്തിൽ ഈ കുഞ്ഞിന് മരണം സംഭവിക്കുകയും തുടർന്ന് കൊലപാതകമായാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. അതിൻ്റെ മോചനദ്രവ്യമായിക്കൊണ്ട് 34 കോടി രൂപ അവർ ആവശ്യപ്പെടുകയും അതനുസരിച്ച് മലയാളികളും ലോകമെമ്പാടുമുള്ള നല്ല മനുഷ്യരെല്ലാം തന്നെ സമ്മേളിക്കുകയും ആ വിഷയത്തിൽ വേണ്ടി കൈകോർക്കുകയും ചെയ്തു. അങ്ങനെ ആ 34 കോടി രൂപ നൽകുകയും ചെയ്തു. അതിനുശേഷം വധശിക്ഷ റദ്ദാക്കി. പക്ഷേ ഇപ്പോഴും ഈ ജയിൽ മോചനം സാധ്യമായിട്ടില്ല. അതുമായി ബന്ധപ്പെട്ടാണ് വലിയ ഒരു ആശങ്ക നിലനിൽക്കുന്നത്. എന്തായാലും 13-ാം തീയതി ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2 മണിക്ക് ഈ കേസ് പരിഗണിക്കുമ്പോൾ അന്നെങ്കിലും മോചനം ഉണ്ടാകും എന്നുള്ള വലിയ പ്രതീക്ഷയിലാണ് ഈ നാടും അബ്ദുൾ റഹീമിൻ്റെ കുടുംബം ഉള്ളത്. താങ്ക് യു സമീർ സി മുഹമ്മദ്. ഈ മാസം 13-ാം തീയതി കേസ് വീണ്ടും റിയാദ് കോടതി പരിഗണിക്കുമ്പോൾ റഹീമിൻ്റെ മോചനം നടക്കട്ടെ എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത്.